ഹലോ ഡിയേഴ്സ്, എല്ലാവരും പരീക്ഷാ ചൂടിലായിരിക്കും അല്ലേ? ഈ പരീക്ഷാ ചൂട് മാത്രമല്ല, പുറമെയുള്ള ക്ലൈമറ്റ് നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടാവും. കാരണം കേരളത്തിലൊട്ടാകെ നല്ല ചൂടാണല്ലോ. ഒരു പനി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം മിസ് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് അല്ലേ? അതായത് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവിയൊക്കെ പോലത്തെ രോഗാണുക്കൾ വഴി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് കൊണ്ടാണ് ഇവയെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പകരാത്ത ഡിസീസും ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള ബാക്ടീരിയ മൂലം പകരുന്നത് നിങ്ങൾക്കറിയാം, എലിപ്പനി, കോളറ, അല്ലാതെ വൈറസ് മൂലം പകരുന്നത് ചിക്കൻ ഗുനിയ, അതുപോലെ ചിക്കൻ പോക്സ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് വൈറസ് മൂലം പകരുന്ന കൊറോണ, നിപ്പയൊക്കെ. പ്രധാന വില്ലനായിട്ടുള്ള എയ്ഡ്സും നിങ്ങൾക്കറിയാം. ഇവരൊക്കെ പകരുന്നതെന്ന് പറയുന്നത് വായുവിലൂടെ പകരാം, അതല്ലെങ്കിൽ വാട്ടറിലൂടെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെ. ഇനി ജസ്റ്റ് നമ്മൾ സംസാരത്തിലൂടെ ഒക്കെ ഈ പറയുന്ന അണുക്കൾ എന്ത് ചെയ്യാം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്, അതായത് സാംക്രമികമല്ലാത്ത രോഗങ്ങൾ. അവ നമുക്കറിയാം ജനറ്റിക്കലി വരുന്നതാണ്. ഈ സിക്കിൾ സെൽ അനീമിയ പോലത്തെ അല്ലെങ്കിൽ ഹീമോഫീലിയ പോലത്തെ അസുഖങ്ങൾ. അതല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലം വരാം, ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ പോലെ. ഇനി അല്ലാതെ അനീമിയ പോലത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതായത് നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അയൺ, വിറ്റാമിൻ, പ്രോട്ടീൻ ഒക്കെ കുറവ് മൂലം നമ്മുടെ രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ പകരുന്നത്. ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിക്കണം. ജനറ്റിക് ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ജനറ്റിക്കലി വരുന്നതാണ്. പക്ഷേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺടാക്റ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സമ്പർക്കത്തിലൂടെയൊക്കെയാണ്. HIV ഒക്കെ വരുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ടച്ചിങ്ങിലൂടെയും ഒന്നും വരില്ല, അല്ലാതെ സെക്ഷൽ കോൺടാക്റ്റിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെയൊക്കെയാണ് പകരുന്നത്. അപ്പം അല്ലാതെ ഇപ്പം കുറച്ച് പ്രധാന വില്ലനായിക്കൊണ്ടിരിക്കുന്നതാണ് ചിക്കൻ പോക്സ് ഒക്കെ അല്ലേ? അത് കോൺടാക്റ്റിലൂടെയൊക്കെയാണ് പകരുന്നത്, അല്ലെങ്കിൽ പരസ്പര സമ്പർക്കത്തിലൂടെയൊക്കെയാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാന വില്ലന്മാരായിട്ടുള്ള അസുഖങ്ങൾ പകരുന്ന സാഹചര്യം കൂടിയാണ്. അപ്പം എക്സാമിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ പകരാതെ മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്യുക. നല്ല ഹോട്ട് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഡിസീസസ് ഒക്കെ പകരുന്നത് തടയാനാകും. എക്സാമിൻ്റെ ടൈമിൽ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.